ബിസിനസ് രംഗത്തുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ഒരു സംസാരം അവരായിട്ട് നടത്തുമ്പോഴാണ് അവരെത്രമാത്രം ടെൻഷനും സംഘർഷങ്ങളും അനുഭവിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും ഇത്തരക്കാരെ കാണാറുള്ളത് അവർ റിച്ച് ഫാമിലിയാണ്, നല്ല റോയൽ ലൈഫ്, രാജകീയമായ ജീവിതം നയിക്കുന്നവരാണ്. അവർക്ക് എന്താ കുറവ്, ഓൻ്റെ അടുത്തൊക്കെ ധാരാളം ക്യാഷ് ഉണ്ട് എന്ന് പറയുന്ന രൂപത്തിലാണ് പലപ്പോഴും കാണുക. നാട്ടിലെ എല്ലാ കടവും വീട്ടേണ്ട ആൾക്കാർ ഒരു ആയിരിക്കും. ഇപ്പോൾ നാട്ടിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ കട മാത്രമല്ല, ഒരു ചികിത്സാ ഫണ്ടാവട്ടെ മറ്റുള്ള ഇതിനൊക്കെ ഒരു ഭീമമായ സംഖ്യ. അതിന് പുറമെ അധികാരികളായ ആളുകളുടെ പല യാത്രകളും അല്ലെങ്കിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയപരമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ കളക്ഷനുകൾ വേറെ, ഇങ്ങനെ എല്ലാ നിലക്കും ആളുകൾക്കൊരു ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ബിസിനസ്സുകാരായിട്ട് എപ്പോഴും കണക്കാറ്. അവരുടെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, സ്റ്റേബിളാണോ, കടത്തിലാണോ പോകുന്നത്, ഞാനിപ്പോൾ അവനോട് ചോദിച്ചാൽ അവൻ തരും. പക്ഷേ ആ തരുന്നത് എവിടെ നിന്നാണെന്ന് അന്വേഷിക്കാൻ പലപ്പോഴും നമ്മൾ ആരും ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കച്ചവടക്കാരെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം. എല്ലാ കച്ചവടക്കാരും ഒരേ തരത്തിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജീവിക്കാൻ വേണ്ടി ഏറെ പ്രയാസപ്പെട്ട് തൻ്റെ ഒരു സംവിധാനമല്ലേ ഇത്, ഞാൻ തുടരേണ്ടതല്ലേ, ഇത് നിർത്തിപ്പോയാൽ വേറെ എന്താണ് എൻ്റെ മുന്നിൽ എന്ന് കണക്കാക്കി മുന്നോട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മുടെ മുന്നിലുള്ള ഓരോ കച്ചവടക്കാരെ കുറിച്ചും വ്യക്തമായി ഒന്ന് പരിശോധിച്ചിട്ട് വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ അവരോട് ഇടപഴകാൻ, അവരോട് നമ്മളോടുള്ള ഒരു പിന്നെ എന്താ പറയുക ഫ്രണ്ട്ഷിപ്പും അതേപോലെ തന്നെ നമ്മൾ ആവശ്യങ്ങളൊക്കെ ചോദിക്കുന്നതും അവരെ ഒന്ന് ആദ്യം മനസ്സിലാക്കിയിട്ടാവണം എന്നാണ് പറയുന്നത്.